ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അഗ്നിപരീക്ഷ എന്നുള്ളൊരു റിയാലിറ്റി ഷോ തുടങ്ങുന്നു എന്നാണ് നമ്മുടെ ബിഗ് ബോസ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ അഗ്നിപരീക്ഷ, എത്ര ദിവസം നീണ്ടു നിൽക്കും, എന്തൊക്കെ ടാസ്കുകളായിരിക്കും ഇതിൽ ഉണ്ടാകുക, ആരൊക്കെയാകും ഇതിൽ പങ്കെടുക്കുക, ആരായിരിക്കും ഇതിൻ്റെ വിലയിരുത്തുക എന്നൊക്കെ വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പരിശോധിക്കാം. ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അഗ്നിപരീക്ഷ എന്നത് ഒരു സാധാരണ ഓഡീഷൻ അല്ല. ക്യാമറയ്ക്ക് മുന്നിൽ 2 മിനിറ്റ് സംസാരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കുന്ന രീതിയല്ല ഈ ഒരു അഗ്നിപരീക്ഷ. മറിച്ച് ഇതൊരു മിനി റിയാലിറ്റി ഷോ പോലെ തന്നെ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോമണർ മത്സരാർത്ഥികൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്, അവർക്ക് എന്താണ് പ്രത്യേകത, സമൂഹത്തിലെ അവർ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അവയൊക്കെ എങ്ങനെ അവർ അതിജീവിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഈ ഒരു അഗ്നിപരീക്ഷ എന്നുള്ളൊരു ഷോ. ആദ്യ ഘട്ടങ്ങളിൽ സ്വയം പരിചയപ്പെടുത്തലും വ്യക്തിത്വ പരിശോധനയും ഉൾപ്പെടുന്ന റൗണ്ടുകളായിരിക്കും ഉണ്ടാകുക. ജീവിതത്തിലെ പ്രധാന അനുഭവങ്ങൾ, പോരാട്ടങ്ങൾ, വിജയങ്ങൾ, സ്വപ്നങ്ങൾ എന്നിങ്ങനെ അവതരിപ്പിക്കുന്നവർക്കാണ് ആദ്യ ഇംപ്രഷൻ നേടാൻ കൂടുതൽ അവസരവും ഈ ഒരു ഷോയിലൂടെ ലഭിക്കുന്നത്. അതിനുശേഷം ഫിസിക്കൽ ടാസ്കുകൾ, മെന്റൽ ചാലഞ്ചുകൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ, പ്രഷർ സിറ്റുവേഷനുകൾ തുടങ്ങിയ നിരവധി ഘട്ടങ്ങൾ മത്സരാർത്ഥികൾ നേരിടേണ്ടി വന്നേക്കാം എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ എങ്ങനെ പെരുമാറും എന്നതിന്റെ ഒരു ട്രെയിൽ റണ്ണർ ആയിരിക്കും ഈ ഒരു മിനി ഷോ എന്ന് പറയുന്നത്. മറ്റു ഭാഷകളിലെ ബിഗ് ബോസ് പതിപ്പുകൾ പരിശോധിച്ചാൽ തന്നെ ഏകദേശം 30ഓളം കോമണർ മത്സരാർത്ഥികളാണ് ഇത്തരം മിനി റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിരുന്നത്. അവരിൽ നിന്ന് ഒരു 6-7 പേരെ മാത്രമായിരുന്നു അന്ന് അന്തിമമായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഒരു വ്യക്തിത്വമാണ്. ഗ്രൂപ്പുകളുടെ പിന്നിൽ കളിക്കാതെ സ്വന്തം നിലപാടുകളുമായി മുന്നോട്ട് പോകാനും നിങ്ങളുടെ വ്യക്തിഗത ഐഡന്റിറ്റി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. എന്തുകൊണ്ടാണ് ഇത്തവണ കോമണർ മത്സരാർത്ഥികൾക്ക് അവസരം നൽകുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിനു പിന്നിലെ ഒരു പ്രധാന കാരണം ഷോയ്ക്ക് കൂടുതൽ യാഥാർത്ഥ്യവും സ്വാഭാവികതയും നൽകുക എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ സീസണുകളിൽ ഷോ സ്ക്രിപ്റ്റഡ് ആണെന്നും വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അത്തരം വിമർശനങ്ങളൊക്കെ കുറയ്ക്കാനും അതേപോലെ യാഥാർത്ഥ്യ ജീവിതാനുഭവങ്ങളുള്ള സാധാരണക്കാരെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമാണ് കൂടുതൽ കോമണർമാരെ ഉൾപ്പെടുത്തിക്കാനുള്ള ശ്രമം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് എങ്കിൽ ഇനി കാത്തിരിക്കേണ്ടത് ഒരു പ്രധാന ഫോൺ കോളിന് വേണ്ടിയിട്ടായിരിക്കും. ആദ്യഘട്ട ഫോൺ ഇന്റർവ്യൂ വിജയിച്ചു കഴിഞ്ഞാൽ തുടർന്ന് സ്ക്രീനിങ് റൗണ്ടുകളും പിന്നെ നേരിട്ടുള്ള ഇന്റർവ്യൂകളും ഉണ്ടാകും. ഈ ഘട്ടങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാകുന്ന ഏകദേശം 30 പേരെയാണ് അഗ്നിപരീക്ഷ എന്നൊരു മിനി റിയാലിറ്റി ഷോയിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളതും. അവരിൽ നിന്നായിരിക്കും അന്തിമ കോമൺ മത്സരാർത്ഥികളെ കണ്ടെത്തുന്നതും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്ന് പറഞ്ഞ ഒരു അടിമുടി മാറ്റം പ്രതീക്ഷിക്കുന്ന ഒരു മത്സരം തന്നെ ആയിരിക്കും കേട്ടോ. കാരണം അതിന്റെ ഭാഗമായിട്ടാണോ നമ്മുടെ അഗ്നിപരീക്ഷ തന്നെ നടത്തുന്നത്. എന്താണ് നമ്മുടെ ഈ അഗ്നിപരീക്ഷയിലേക്ക് നടക്കാൻ പോകുന്നത് നമുക്ക് വഴിയെ തന്നെ കണ്ടറിയാം.